കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുടുംബവിളക്ക് സീരിയലിൻ്റെ ഇന്നത്തെ ആ ഒരു ക്ലൈമാക്സ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സുമിത്രയെ പരിചയപ്പെട്ട കാര്യങ്ങളും സുമിത്രയോട് സംസാരിച്ച കാര്യങ്ങളും ഒക്കെ നമ്മുടെ വിശ്വനാഥൻ അവരുടെ മക്കളോടായിട്ട് പറയുകയാണ്. അപ്പം വിശ്വം പറഞ്ഞു, ഞാൻ ഈ വിവാഹത്തിനൊക്കെ തയ്യാറായത് എൻ്റെ മകളുടെ നിർബന്ധപ്രകാരം മാത്രമാണ്. പിന്നെ സുമിത്ര എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞ സമയത്ത് സുമിത്ര മറ്റു ചില കാര്യങ്ങളും കൂടി എന്നോട് പറഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ സുമിത്രയും നമ്മുടെ വിശ്വനാഥനും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പോഴത്തേക്കിനും സുമിത്ര പറഞ്ഞത്, എനിക്ക് എൻ്റെ രോഹിത്തിനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ രോഹിത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. എന്തായാലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് താൻ ചിന്തിക്കുന്നേ ഇല്ല എന്നും തൻ്റെ മകൾ പൂജയുടെ വിവാഹം നടന്ന് കാണണം, അതുമാത്രമാണ് തൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും ഒക്കെ സുമിത്ര പറയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും വിശ്വനാഥന് നമ്മുടെ സുമിത്രയോടുള്ള ആ ഒരു സ്നേഹം അതിൻ്റെ അളവ് കൂടുകയാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളി പറയുന്നുണ്ട്, ദേ സുമിത്രയ്ക്ക് ധൈര്യമായിട്ട് എന്നെ വിശ്വസിക്കാം, ഞാൻ സുമിത്രയ്ക്ക് നല്ലൊരു സുഹൃത്ത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിശ്വനാഥൻ നമ്മുടെ സുമിത്രയോട് കൂട്ടുകൂടാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവർ തങ്ങളിൽ അവിടെ വെച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് പുതിയതായിട്ട് ഉണ്ടാകുന്ന സമയത്താണെങ്കിലോ വിശ്വം പറഞ്ഞു, എന്തായാലും സുമിത്രയുടെ മകള് പൂജയുടെ വിവാഹത്തിന് ഞാൻ അവിടെ സമയത്ത് തന്നെ ഉണ്ടാകും. അപ്പം എല്ലാവരും കരുതിക്കോട്ടെ. ഇനിയിപ്പോൾ രഞ്ജിതയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സുമിത്ര ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ വിശ്വനാഥൻ അവിടെ പറഞ്ഞു. അപ്പോൾ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാണ്ട് നമ്മുടെ പ്രതീഷും അനിരുദ്ധും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സരസ്വതി അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു ദൈവമേ, എനിക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. എന്തായാലും എൻ്റെ മോള് കല്യാണം കഴിച്ച് പോകുമോ, ഇനി ഞാൻ തനിയായി പോകുമോ എന്നുള്ള പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് സമാധാനമായെന്നും പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അമ്മ എന്തായാലും ഞാൻ അമ്മയെ വിട്ട് പോകുമൊന്നുമില്ല, എൻ്റെ മരണം വരെ ഞാൻ അമ്മയോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് സുമിത്ര വാക്കു കൊടുക്കുകയാണ്. പിന്നീടാണെങ്കിലും സുമിത്ര മറ്റു ചില കാര്യങ്ങളും അവിടെ വെച്ച് തന്നെ പറഞ്ഞു, അതെ മക്കളെ, നിങ്ങൾ അമ്മയോട് പിണങ്ങുമൊന്നും ചെയ്യരുത്. അമ്മയ്ക്ക് ഇനി ഒരു കൂട്ടിൻ്റെ ഒരാവശ്യമില്ല. എൻ്റെ കൂടെ എൻ്റെ രോഹിത്തുണ്ട്. എനിക്ക് ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം. പിന്നെ ഈ വിവരങ്ങളൊക്കെ ഞാൻ പൂജയോടും അപ്പൂനോടും ഒക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്താണെങ്കിലോ മക്കൾ രണ്ടുപേരും അതിന് തയ്യാറായതല്ല. പിന്നെ എൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് എൻ്റെ അപ്പവും പൂജയും ഒക്കെ വിവാഹത്തിന് തന്നെ തയ്യാറായത്. അങ്ങനെ അവരുടെ സംസാരമൊക്കെ നമ്മളെ കാണിക്കുകയാണ്. വിവാഹത്തിന് മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ സുമിത്രയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പം ആ ഒരു മുഹൂർത്തത്തിൽ എങ്ങനെ അപ്പച്ചി ഞാൻ പൂജയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്? അപ്പൂൻ്റെ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ സുമിത്ര പറഞ്ഞു, മോനെ, വിവാഹത്തിന് ഞാൻ നിങ്ങൾക്ക് പറ്റിയ മുഹൂർത്തമായിട്ട് അതങ്ങ് നിങ്ങളുടെ നാളും പൊരുത്തമൊക്കെ വെച്ച് തന്നെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നീ അവിടെ ഉണ്ടാവണം. നീ കുറച്ച് താമസിച്ച് വന്നാൽ മതി. രഞ്ജിതയുടെയും പങ്കജിൻ്റെയും ഒക്കെ നീക്കങ്ങൾ അറിയണമല്ലോ. അവരേത് നിമിഷവും എന്ത് രീതിയിലും പ്രവർത്തിക്കാം. അതുകൊണ്ട് ദേ അപ്പച്ചി പറയുന്നത് പോലെ തന്നെ ഇപ്പം ഈ വിവരങ്ങളൊന്നും ദീപുവിനോടും ചിത്രയോടും ഒന്നും പറയണ്ടെന്നും പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമാക്കി വെച്ചിട്ടാണ് സുമിത്ര ഇങ്ങനെയുള്ളൊരു കളി കളിക്കുന്നത്. അപ്പം മക്കൾക്കടക്കം എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ പിന്നെ ഇനി നമുക്കങ്ങ് നടക്കാം, മുഹൂർത്തത്തിന് സമയമായി വരികയാണല്ലോ. അപ്പം സുമിത്ര അങ്ങനെ നമ്മുടെ പൂജയെയും അതുപോലെ തന്നെ അപ്പൂനെയും ഒക്കെ കൂട്ടി കതിർ മണ്ഡപത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് രഞ്ജിത തമ്പുരാട്ടിയുടെ കാറ് വരികയാണ്. രഞ്ജിത വന്നിറങ്ങിയ പാടെ തന്നെ നമ്മുടെ പ്രതീഷും അതുപോലെ അനിരുദ്ധും ഒക്കെ ശരിക്കും പേടിച്ചു, ഇനി ഇവരെന്തെങ്കിലും വഴക്കുണ്ടാക്കാൻ വന്നതാണോ എന്ന്. അങ്ങനെ ഇവർ പറഞ്ഞു, അതെ രഞ്ജിതാൻറ്റി, ഇവിടെ ഒരു നല്ല കാര്യം നടക്കുക. ഇനി രഞ്ജിതാൻ്റെ ആയിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. രഞ്ജിതയാണെങ്കിലോ അതൊന്നും വകവയ്ക്കാതെ ശരിക്കും പറഞ്ഞാൽ ദേഷ്യഭാവത്തോടു കൂടി തന്നെയാണ്. ശരിക്കും നമുക്ക് വിചാരിക്കാം എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വരവാണെന്ന്. അങ്ങനെ വന്ന സുമിത്രയാണെങ്കിലോ സുമിത്ര ചോദിച്ചു, എന്താ രഞ്ജിത, എന്താ നിന്റെ പ്രശ്നം? അപ്പം രഞ്ജിതയാണെങ്കിൽ സുമിത്രയുടെ കയ്യിൽ പതുക്കെ ഇങ്ങ് പിടിച്ചിട്ട് അവൾ നമ്മുടെ സുമിത്രയോട് മാപ്പ് ചോദിക്കുകയാണ്. സുമിത്ര, നീ എന്നോട് ക്ഷമിക്കണം, നീ എൻ്റെ മകൻ്റെ ജീവിതം രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് സുമിത്രയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അവളോട് മാപ്പ് ചോദിക്കുക, ചെയ്തു പോയ എല്ലാ തെറ്റിനും. നമ്മുടെ പൂജയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് പങ്കജിനെ പോലീസ് പൊക്കിയിരിക്കുന്നു. അപ്പം രഞ്ജിതയ്ക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇനി തൻ്റെ മകനെ വിട്ടുകിട്ടണം. തനിക്ക്
ആകെയുള്ളൊരു കുഞ്ഞാണത്. അപ്പം എങ്ങനെയെങ്കിലും സുമിത്ര ഇടപെട്ട് എൻ്റെ മകനെ എനിക്ക് തിരികെ തരണമെന്നും പറഞ്ഞ് സുമിത്രയുടെ കാൽക്കൽ വീണ് രഞ്ജിതയാണെങ്കിലും അവിടെ നിന്ന് അപേക്ഷിക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ കണ്ട് നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് അങ്ങ് നല്ലത് രീതിയിൽ ഇഷ്ടപ്പെട്ടു. സരസ്വതി പറയുന്നുണ്ട്, ആഹാ എത്ര മനോഹരമായ കാഴ്ച, ദേ ഈ പൂജയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനാണല്ലോ നിന്റെ മകൻ വന്നത്, അവൻ അത് തന്നെ വേണം, അവൻ ജയിലിൽ കിടക്കട്ടെ, നിനക്കും ഒരു ആശ്വാസമാകുമെന്നൊക്കെ പറഞ്ഞ് സരസ്വതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അമ്മ മിണ്ടാതെ ഇരിക്കുക, ദേ നിന്നെ ഈശ്വരനായിട്ടാണ് ഇവിടെ എത്തിച്ചതെന്ന് സുമിത്ര പറഞ്ഞു. അപ്പം രഞ്ജിതയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. രഞ്ജിത ഇങ്ങനെ സുമിത്രയുടെ മുഖത്തേക്ക് നോക്കിയപ്പം എൻ്റെ രോഹിത്തിൻ്റെ ആത്മാവ് ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്, ദേ പൂജയുടെ വിവാഹം, അപ്പൂൻ്റെയും വിവാഹം, അപ്പം നിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിന്റെ മോൾക്ക് ഉണ്ടാകണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ സുമിത്ര രഞ്ജിതയോട് ഇങ്ങനെ സംസാരിക്കുക. രഞ്ജിതയാണെങ്കിലോ എനിക്ക് എങ്ങനെയും എൻ്റെ മകനെ ഒന്ന് രക്ഷിച്ചു കിട്ടണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം, ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റിനും എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് പൂജയോടും ഒക്കെ മാപ്പ് പറഞ്ഞു. സുമിത്ര പറഞ്ഞു, ഈ വിവാഹം കഴിയട്ടെ, അതിനുശേഷം നിന്റെ മകൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കേസ് ഞാൻ പിൻവലിച്ചോളാന്ന്. അങ്ങനെ അതിൻ്റെ ഒരു ഉറപ്പിൽ രഞ്ജിത അവിടെ സമാധാനമായിട്ട് നിൽക്കുമ്പോൾ പൂജയോട് പറഞ്ഞു, മോളെ പൂജ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ദൈവം തീരുമാനിക്കും ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കണമെന്ന്. എന്തായാലും ആ ഈശ്വര നിശ്ചയത്തിന് മുന്നിൽ എൻ്റെ തീരുമാനങ്ങളൊന്നുമല്ല എന്നും പറഞ്ഞ് രഞ്ജിതയാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സുമിത്ര പറഞ്ഞു, അല്ല സാധാരണ പെൺകൊച്ചുങ്ങൾ ഇത് കതിർമണ്ഡപത്തിലേക്ക് കയറുമ്പം അവരുടെ അപ്പച്ചിയാണ് താലം കൊടുക്കേണ്ടത്, അതുകൊണ്ട് രഞ്ജിത ആ താലം വാങ്ങിച്ചിട്ട് പൂജയും അപ്പൂനെയും ഒക്കെ കതിർമണ്ഡപത്തിലേക്ക് ക്ഷണിച്ചോ എന്ന് പറഞ്ഞു. രഞ്ജിത പൂർണ്ണ മനസ്സോടുകൂടി ഇത്രയും നാളത്തെ വൈരാഗ്യവും അതുപോലെ ദേഷ്യമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പൂജയുടെ വിവാഹത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളിൽ പങ്കുചേരുകയാണ്. മുന്നേ താലവുമായിട്ട് പോകുന്ന രഞ്ജിതയും പിന്നാലെ സുമിത്രയും പരിവാരങ്ങളുമായിട്ട് അവർ ആ കതിർമണ്ഡപത്തിൽ കയറി വളരെ സന്തോഷത്തോടു കൂടി പൂജയും അപ്പവും അവരുടെ ആ ഒരു വിവാഹം അതങ്ങ് നടക്കുകയാണ്. ഈ സമയത്താണെങ്കിലും സുമിത്രയുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്രയും കാലവും തൻ്റെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ഉണ്ടായി, ആ ഒരു ദുഃഖങ്ങളൊക്കെ ഈ പൂജയുടെ വിവാഹത്തോടു കൂടി സുമിത്ര മറക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ വളരെ ഹാപ്പിയായി നിൽക്കുന്ന അവരെയൊക്കെ കാണിച്ചു. പിന്നീടാണെങ്കിലും നമ്മുടെ സുമിത്ര വൈകിട്ട് വിളക്ക് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പം നമ്മുടെ കുടുംബവിളക്കെന്നാണ് സീരിയലിൻ്റെ പേര് തന്നെ. ആദ്യമേ നമ്മൾ കണ്ടതാണ് സുമിത്ര ആ ഒരു നിലവിളക്കും ഒക്കെ പിടിച്ചു വരുന്നത്. അതുപോലെ തന്നെ അവസാന ഭാഗം വന്നപ്പോഴും സുമിത്ര നിലവിളക്കുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വന്ന് ദീപമൊക്കെ വെച്ചിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒരു തൂണിൽ ചാരി നമ്മുടെ രോഹിത്ത് സുമിത്രയെ നോക്കി നിൽക്കുക. അപ്പം സുമിത്രയെന്ന് വിളിച്ചു. സുമിത്ര ആ ഒരു വിളി കേട്ടിട്ട് രോഹിത്ത് നിന്ന ആ ഒരു തൂണിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവിടെ ഇങ്ങനെ നിന്നു. അപ്പം രോഹിത്ത് അവിടെ നിന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ആ തൂണിനെയൊക്കെ തൊട്ട് വളരെയധികം സങ്കടമാണോ സന്തോഷമാണോ എന്താണ് ആ സമയത്ത് സുമിത്രയുടെ മനസ്സിലൂടെ മിന്നി മാറുന്നതെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വളരെയധികം ഇങ്ങനെ കരഞ്ഞും അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടിയൊക്കെ നിന്ന് സുമിത്ര അവിടെ നിൽക്കുന്ന സമയത്ത് അവസാനത്തെ ആ ഒരു എൻട്രി കാര്യം സുമിത്രയുടെ ജീവിതം വീണ്ടും പല പല പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോൾ അവസാനമായിട്ട് സുമിത്ര തൻ്റെ രോഹിത്തിൻ്റെ ആ ഒരു ഓർമ്മകളിലും ഒക്കെ ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബവിളക്കിൻ്റെ അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് എപ്പിസോഡ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു കഥയുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്